Guten Tag, Leute. A1-ൻ്റെ 11ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എത്ര ടൈപ്പ് വെർബുകളുണ്ട് ജർമ്മനിൽ എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കും. അതിനുശേഷം വെർബിന് കോൺജുഗേഷൻസ് ഉണ്ട്. അതായത് ജർമ്മൻ ലാംഗ്വേജിൽ ഈ വെർബുകൾ പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യും. കോൺജുഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന 1-2 വെർബുകളാണ് സൈൻ വെർബ് അല്ലെങ്കിൽ ഹാബൻ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെൻറ്റൻസിനെ ബേസ് ചെയ്ത് ഈ സൈനിൻ്റെ അല്ലെങ്കിൽ ഈ ഹാബൻ്റെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ്, അതിൻ്റെ പുറകിലുള്ള നിയമവശം എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, ഈ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബൈസ്പീലാണ്, ഒരു എക്സാമ്പിൾ അവിടെ കിടപ്പുണ്ട്. വോനൻ എന്ന് പറയുന്ന വെർബ്. വോനൻ വെർബിൻ്റെ മീനിങ് എന്താണ്? ലീവ്, താമസിക്കുക. ഈ വോനൻ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൈഡിൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണാൻ പറ്റുന്നത്. വോനൻ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം. ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വെർബിനും പഠിച്ചിരിക്കുന്ന ബേസിക് ഫോമുകളുണ്ടല്ലോ, അതായത് EN വെച്ച് അവസാനിച്ചിരിക്കുന്ന ഫോം, അതിനാണ് ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത്. വെർബ് എന്ന് പറയുന്നത് ഒരു വെർബ് സ്റ്റാമും എൻഡിങ്ങും കൂടി ചേരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വെർബിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നൊരു വെർബ് സ്റ്റാം ഉണ്ട്, പിന്നെ ഒരു എൻഡിങ് ഉണ്ട്. വെർബ് സ്റ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് സ്റ്റെമ്മാണ്. അതായത് ഒരു വെർബിന് ഫിക്സഡ് ആയിട്ടൊരു പാർട്ട് ഉണ്ടാവും. എൻഡിങ് എന്ന് പറയുന്നത് ഒരു എൻഡിങ് ആണ്. ഈ എൻഡിങ് ചില കാരണത്താൽ ആ എൻഡിങ്ങിൻ്റെ സ്പെല്ലിങ് അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വോനൻ വെർബിൻ്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. അപ്പോൾ വോനൻ്റെ ആ ബ്ലാക്ക് കളറിൽ നടക്കുന്ന വോൻ വരെയുള്ള പോർഷനാണ് വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. EN എന്ന് പറയുന്ന പോർഷൻ അതിൻ്റെ എൻഡിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു എൻഡിങ്ങും ഒരു വെർബ് സ്റ്റാമും കൂടി ചേരുമ്പോഴാണ് ഒരു വെർബ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. അതിൻ്റെ സ്പെല്ലിങ് അങ്ങോട്ടും മാറും. അതിനാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെർബ് ഞാൻ പറഞ്ഞു പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ചാണ് ഓരോ വെർബുകളും കോൺജുഗേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു സെൻറ്റൻസ് നമ്മളിപ്പോൾ ഇഷ്യൂ വെച്ച് ഒരു സെൻറ്റൻസ് എഴുതുകയാണെന്ന് വിചാരിക്കുക. ഇഷ്യൂ വെച്ച് നമ്മൾ എഴുതുന്ന സെൻറ്റൻസിൻ്റെ വെർബിൻ്റെ സ്പെല്ലിംഗ് ആയിരിക്കത്തില്ല ദു വെച്ചിട്ട് എഴുതുന്ന സെൻറ്റൻസിലെ വെർബിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൽ വരുന്ന മാറ്റം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം നോക്കിയ എക്സാമ്പിൾ എന്തായിരുന്നു? വോനൻ എന്ന് പറയുന്ന വെർബ്. ആ വോനൻ തന്നെ വെച്ച് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആദ്യം തന്നെ വോനൻ്റെ വെർബ് സ്റ്റാം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. WOHN വരെയുള്ള കാര്യങ്ങളാണ് അല്ലെ, അതാണ് അതിൻ്റെ വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂ വെച്ച് നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ, ഈ വെർബിൻ്റെ എൻഡിങ്ങിൽ, വെർബ് സ്റ്റാമിൻ്റെ എൻഡിങ്ങിൽ ആഡ് ചെയ്യണം. അപ്പോൾ വോനൻ്റെ വോണിന് ശേഷം ആഡ് ചെയ്യണം. വോനെ, ഇഷ് വോനെ. അതാണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ എക്സാമ്പിൾ കാണാൻ പറ്റുന്നത്. ഇഷ് വോനെ. ദു ആണെങ്കിൽ എന്താ ആഡ് ചെയ്യണം? ST, ദു വോൺസ്റ്റ്. ക്ലിയർ ആണല്ലോ. RCS ഈ മൂന്നിനും കോമൺ നിയമമാണ്. ഇതിലേതെങ്കിലും വെച്ചാണ് നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്നതെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ആ വെർബിൻ്റെ ലാസ്റ്റ്, വെർബ് സ്റ്റാമിൻ്റെ ലാസ്റ്റ് T ആഡ് ചെയ്യണം. won't, C won't, S won't. അടുത്തത് വിയർ, വെർബ് സ്റ്റാം പ്ലസ് EN. വിയർ വോനൻ. ഇയർ, വെർബ് സ്റ്റാം പ്ലസ് T. ഇയർ വോണ്ട്. സി, വെർബ് സ്റ്റാം പ്ലസ് AN. സി വോനൻ. 2 സിയുടെയും കാര്യങ്ങൾ കോമൺ ആണ്. 2നും EN ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ വിയറിൻ്റെയും സിയുടെയും കേസിൽ EN തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻഫിനിറ്റീവ് ഫോമിൻ്റെ സ്പെല്ലിങ് തന്നെയായിരിക്കും വിയർ വെച്ചും സി വെച്ചും നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബിൻ്റെ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എൻഡിങ് കറക്റ്റ് പഠിച്ചിരുന്നാൽ മതി. ഇനി അപ്പോൾ വെർബിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ നമുക്ക് കിട്ടി, ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടി. ഇനി ഏതൊക്കെയാണ് വെർബിന് ഒരു 5 ടൈപ്പുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെർബ് എന്ന് പറയുന്ന 5 ടൈപ്പാണ്. ഏതൊക്കെയാണ് ആ 5 ടൈപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് വെർബ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ റേഗൽമേസിക് വെർബാണ്. റേഗൽമേസിക് എന്ന് പറഞ്ഞാൽ റെഗുലാർ വെർബ്സ്. അതാണ് ഒന്നാമത്തെ ടൈപ്പ് വെർബ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു കോൺജുഗേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കോൺജുഗേഷൻ്റെ ഒരു സ്ട്രക്ചർ EST T എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ഓർഡറാണ് ഈ റേഗൽമേസിക് വെർബിൻ്റെ കോൺജുഗേഷനും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. റേഗൽമേസിക് വെർബൻ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ അത് പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യും. ആ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ എൻഡിങ് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ റേഗൽമേസിക് വെർബൻ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞത് കോൺജുഗേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതിൻ്റെ വെർബ് സ്റ്റാം ഫിക്സ് ആയിരിക്കും. അതിൻ്റെ വെർബ് സ്റ്റാം ഇപ്പോൾ വോനൻ എന്ന് പറയുന്ന വെർബിൻ്റെ വോൻ എന്ന് പറയുന്ന പോർഷൻ്റെ സ്പെല്ലിങ് എന്ത് ചെയ്താലും മാറത്തില്ല. അത് വോൺ ആയിരിക്കും. എന്ത് ടൈപ്പ് സെൻറ്റൻസ് എഴുതിയാലും അത് വോൺ എന്നായിരിക്കും അതിൻ്റെ ആ ഒരു വെർബ് സ്റ്റാം എന്ന് പറയുന്നത്. അതിപ്പോൾ വാനായിട്ടോ അല്ലെങ്കിൽ വിന്നായിട്ടോ ഒന്നും മാറത്തില്ല. വോൺ അത് ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് ഈ റൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പ്ലസ് എൻഡും
പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന എൻഡിങ് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം ഒരു വെർബ് സ്റ്റാം ഫിക്സ്ഡ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പഠിച്ചിരിക്കുന്ന എൻഡിങ് ഇട്ട് കൊടുക്കുക പേഴ്സണൽ പ്രൊനൗമൻ അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഷ് komme, du kommst, sie es kommt, wir kommen, ihr kommt, sie kommen, sie kommen. ഇനി ഒരു കാര്യം കൂടെ, ഈ നമ്മളെ ജർമ്മൻ ലാംഗ്വേജിലുള്ള വെർബുകളെല്ലാം റേഗൽമേസിക വെർബനായിട്ടും മുൻ റേഗൽമേസിക വെർബനൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു റേഗൽമേസിക വെർബിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. A1 A2 നിങ്ങൾക്ക് പഠിക്കാനുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഈ വെർബുകൾ നിങ്ങൾ സ്വയമായിട്ടൊന്ന് കോൺജുഗേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പഠിച്ചേക്കുന്ന നിയമപ്രകാരം അതൊന്ന് കോൺജുഗേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് വെർബാണ് ഈ ഉൺറേഗൽമേസിക വെർബ് എന്ന് പറയുന്നത്, അതായത് ഇറഗുലാർ വെർബ്സ്. ഉൺറേഗൽമേസിക മീൻസ് ഇറഗുലാർ വെർബ്സ്. ഇറഗുലാർ വെർബ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾക്ക് റൂളിൽ കാണാനായിട്ട് പറ്റും. വെർബ് സ്റ്റാം പ്ലസ് എൻഡിങ് ആണ്, നേരത്തെ പഠിച്ച നിയമം തന്നെയാണ്. പക്ഷേ വെർബ് സ്റ്റാമ്പിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ചേഞ്ചസ്. ദു, എർ, സി, എസ്. ദു വെച്ച്, എർ വെച്ച്, സി വെച്ച് അല്ലെങ്കിൽ എസ് വെച്ച് നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആ സെൻറ്റൻസിലെ വെർബിൻ്റെ വെർബ് സ്റ്റാമിന് സ്പെല്ലിങ്ങിന് മാറ്റം ഉണ്ടാവും. ക്ലിയർ ആണോ അത്? അതായത് വെർബ് സ്റ്റാം ഫിക്സ് ആയിരിക്കും നമ്മൾ പറഞ്ഞു, പക്ഷേ ഇറഗുലാർ വെർബിൻ്റെ വെർബ് സ്റ്റാം ഫിക്സ് ആയിരിക്കില്ല. അതെല്ലാ കേസിലും അല്ല. ദു, എർ, സി, എസ് ഈ കേസുകളിലായിരിക്കും വെർബ് സ്റ്റാമിൻ്റെ സ്പെല്ലിങ്ങിന് മാറ്റം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എക്സാമ്പിൾ നോക്കാം, അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. എക്സാമ്പിൾ എന്താണ്? സ്പ്രെഹൻ എന്ന് പറയുന്ന വെർബാണ്. ടു സ്പീക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അത് നമുക്ക് പേഴ്സണൽ പ്രൊനൗമൻ അനുസരിച്ച് ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ് സ്പ്രെഹെ, ദു സ്പ്രിച്ച്ഡ്, sie spricht, wir sprechen, ihr sprecht, sie oder sie sprechen. ഓക്കെ, അവിടെ ഏതിനൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദൂവിനും RCS ഫോമിനും സ്പെല്ലിങ്ങിന് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്നാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. വൊക്കാൽ വെക്സൽ എന്ന് പറയും, അല്ലെങ്കിൽ ഫൊക്കാൽ വെക്സൽ എന്ന് പറയും. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു വെർബിൻ്റെ വെർബ് സ്റ്റാം ഉണ്ടല്ലോ, വെർബ് സ്റ്റാമിൽ ഈ വൊക്കാൽ വെക്സലിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലും അക്ഷരങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ആ അക്ഷരങ്ങൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന അക്ഷരങ്ങളായിട്ട് മാറും. അതായത് ഒരു വൊക്കാൽ വെക്സ് ഒരു വെർബിൻ്റെ വെർബ് സ്റ്റാമിൽ ഈ കിടപ്പുണ്ടെങ്കിൽ അത് ഐ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇവിടെ സ്പ്രെഹൻ എന്ന് പറയുന്നതിൻ്റെ ദു ഫോം ദു സ്പ്രിച്ച്സ് എന്നായത്. സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ എന്ത് പറയും? അതായത് റേഗൽമേസിക വെർബിൻ്റെ രീതിയാണെങ്കിൽ എന്ത് പറയും? ദു സ്പ്രെച്ച്ഡ് എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഉൺറേഗൽമേസിക വെർബിൻ്റെ നിയമം അനുസരിച്ച് ദു സ്പ്രിച്ച്ഡ് എന്നാവും. അപ്പോൾ ഓരോ ലെറ്റേഴ്സ് വരുമ്പം അതെങ്ങനെയായിരിക്കും മാറുന്നത്, അതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയായിരിക്കും മാറുന്നത് എന്നാണ് ഈ വൊക്കാൽ വെക്സലിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതൊരു ഏകദേശം ഒരു ഐഡിയ മാത്രമാണ്. എപ്പോഴും ഇതേ സെയിം നിയമം ആയിരിക്കത്തില്ല. മോസ്റ്റ് കേസുകളിലും ഈ നിയമമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. പക്ഷേ ചില കേസുകളിൽ വേറെ നിയമങ്ങൾ നിങ്ങൾ കണ്ടുവന്ന് വരാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഗൂഗിളിൽ ചെന്ന് ഒരു ഉൺറേഗൽമേസിക വെർബിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കോൺജുഗേഷൻ നിങ്ങൾ ജർമ്മൻ വെർബ്സ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നോക്കി പഠിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ഓരോ വെർബിൻ്റെയും കോൺജുഗേഷൻസ് കിട്ടും. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് വെർബിൻ്റെ കോൺജുഗേഷൻ നോക്കുക, അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് വെർബാണ് ത്രൻബാരെ വെർബ് എന്ന് പറയുന്നത്. ത്രൻബാരെ വെർബിൻ്റെ മീനിങ് സെപ്പറബിൾ വെർബ്സ് എന്നാണ്. ത്രണ്ണൻ മീൻസ് ടു സെപ്പറേറ്റ്, ത്രൻബാരെ സെപ്പറബിൾ വെർബൻ വെർബ്സ്, സെപ്പറബിൾ വെർബ്സ്. ആ പേര് തന്നെയുണ്ട്. അതായത് ഈ വെർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ വെർബായിരിക്കും, പക്ഷേ അതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു വെർബ്, ആ വെർബിന് മുമ്പായിട്ട് ഒരു പ്രീഫിക്സ് കിടപ്പുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബോക്സിൽ കാണാൻ പറ്റുന്നത്. പ്രീഫിക്സ് പ്ലസ് വെർബ്. ഒരു സാധാ വെർബ്, നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു വെർബ്, അതിന് തൊട്ട് മുമ്പ് ഒരു പ്രീഫിക്സ് കിടക്കും. പ്രീഫിക്സ് മീൻസ് കുറച്ച് ലെറ്റേഴ്സാണ്, അത് കിടക്കും. അപ്പോൾ ഏതൊക്കെയാണ് പ്രീഫിക്സ് എന്ന് നമുക്ക് യെല്ലോ സൈഡിൽ ഒരു ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ആൻ, അബ്, ഔഫ്, ഔസ്, ഐൻ, ലോസ്, മിറ്റ്, നാഹ്, ഹ, ഫോ, വേഗ്, സു, ചുറുക്ക്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രീഫിക്സ് വെച്ചിട്ടാണ് നിങ്ങൾക്കൊരു വെർബ് കാണാൻ പറ്റുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു ത്രൻബാരെ വെർബാണ്. അത് നിങ്ങളൊരു സെൻറ്റൻസിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ത്രണ്ണൻ ചെയ്തെഴുതണം, നിങ്ങളത് സെപ്പറേറ്റ് ചെയ്തെഴുതണം. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഏതൊക്കെയാണ് കുറച്ച് ത്രൻബാരെ വെർബിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൺകോമൺ, ആൻ പ്രീഫിക്സിൽ കിടപ്പുണ്ട് കേട്ടോ. അൺകോമൺ മീൻസ് അറൈവ്, മിഡ് ബ്രിങ്ങൻ, ബ്രിങ് വിത്ത്, അപ്പ് ഫാറൻ, ഡിപ്പാർട്ട്. ഇവിടെ നമുക്കറിയാം കോമൺ, ബ്രിങ് ആൻഡ് ഫാറൻ ഈ മൂന്ന് വെർബുകൾ നമുക്കറിയാവുന്ന വെർബുകളാണ്. പക്ഷേ ഇവിടെ കോമനുമായിട്ട് അൺകോമന് ചെറിയൊരു മീനിങ്ങിനൊരു ബന്ധമുണ്ട്. അറൈവ് എന്നാണ്. കോമൺ മീൻസ് ടു കം, അൺകോമൺ മീൻസ് ടു അറൈവ്. ഇവിടെ
ചെറിയൊരു ബന്ധം ഉണ്ടെങ്കിൽ പോലും ഈ ത്രൻബാരെ വെർബുകൾക്കെല്ലാം ഇതിൻ്റെ ഒരു മെയിൻ ഒരു വെർബ് ഉണ്ടാവില്ല, ഒരു വെർബിൻ്റെ പോർഷൻ ഉണ്ടാവുമല്ലോ, ആ വെർബിൻ്റെ മീനിങ്ങുമായിട്ട് വലിയ ബന്ധമൊന്നും കാണത്തില്ല. അതിന് മുമ്പ് ഒരു പ്രെഫിക്സ് ഉണ്ടാവും, പ്രെഫിക്സിന് ശേഷം ഒരു വെർബും കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മീനിങ് മൊത്തത്തിൽ മാറാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ത്രൻബാരെ വെർബുകളുടെ പ്രീഫിക്സുകൾ കറക്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ടൊരു വെർബ് കണ്ടു കഴിയുമ്പം ഇതൊരു ത്രൻബാരെ വെർബാണെന്ന് കറക്റ്റ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, പഠിക്കുക. ഇനി നമുക്ക് ഈ ത്രൻബാരെ വെർബ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അവിടുത്തെ ആദ്യത്തെ ബൈഷ്പിയിൽ നമ്മൾ എഴുതാൻ പോകുന്നത് അൺകോമൺ എന്ന് പറയുന്ന വെർബ് വെച്ചിട്ടാണ്, അറൈവ് എന്ന് പറയുന്ന വെർബ് വെച്ചിട്ടാണ്. ഇവിടെയും പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ചാണ് വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. സാധാ വെർബുകളുടെ കോൺജുഗേഷൻ പോലെ തന്നെ ഈ ത്രൻബാരെ വെർബുകളും കോൺജുഗേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് കോൺജുഗേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അൺകോമൺ ആണ് വെർബ്. ഇസ് കൊമ്മെ ഹോയ്റ്റ് ആൻ, ഞാൻ ഇന്ന് അറൈവ് ചെയ്യുന്നു. ഹോയ്റ്റ് മീൻസ് ഇന്ന്. ഇവിടെ നോക്കിയേ, അൺകോമൺ എന്ന് പറയുന്ന ആ ഒറ്റ വെർബിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പ്രിഫിക്സ് വെർബ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇവിടെ നോക്കി ആൺ നമ്മൾ എവിടെയാണ് ഇട്ടേക്കുന്നത് നോക്കി, അഥവാ ആ വെർബിൻ്റെ പ്രിഫിക്സ് നമ്മൾ എവിടെയാണ് ഇട്ടേക്കുന്നത് നോക്കി, ലാസ്റ്റ് പൊസിഷനിൽ. അതായത് ഒരു സെൻറ്റൻസ് നമ്മൾ ത്രൻബാരെ വെർബ് വെച്ച് എഴുതുമ്പം അതിൻ്റെ ആ ഒരു വെർബ് മെയിൻ ഒരു വെർബിൻ്റെ പോർഷൻ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഇടുക, അഥവാ ഒരു സാധാരണ പൊസിഷനിൽ ഇടുക. അതിനുശേഷം ആ വെർബിൻ്റെ പ്രിഫിക്സ് ആ സെൻറ്റൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇടുക, ആ മെൻറ്റിൽ ഇടുക. ഓക്കെ, അൺകോമൻ്റെ അൺ ലാസ്റ്റ് പോവും, മിഡ് ബ്രിങ്ങിൻ്റെ മിറ്റ് ലാസ്റ്റ് പോവും, അപ്ഫാറിൻ്റെ അബ് ലാസ്റ്റ് പോവും. ക്ലിയർ ആവുന്നുണ്ടോ? ഇസ് കൊമ്മെ ഹോയ്റ്റ് ആൻ, ദു കൊംസ്റ്റ് ഹോയ്റ്റ് ആൻ, എസ് സി എസ് കൊംറ്റ് ഹോയ്റ്റ് ആൻ, വി ആർ കോമൺ ഹോയ്റ്റ് ആൻ, ഇ ആർ കൊംറ്റ് ഹോയ്റ്റ് ആൻ, സി കോമൺ ഹോയ്റ്റ് ആൻ, സി കോമൺ ഹോയ്റ്റ് ആൻ. സാധാ കോൺജുഗേഷൻ്റെ നിയമം അനുസരിച്ചാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ത്രൻബാരെ വെർബ് ആയതുകൊണ്ട് മാത്രം അതിനെ നമ്മൾ ത്രന്നൻ ചെയ്ത് അതിൻ്റെ പ്രിഫിക്സ് ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് ഇട്ടേക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഗൂഗിളിൽ ചെന്ന് ഒരു കുറച്ച് ത്രൻബാരെ വെർബുകളുടെ ലിസ്റ്റിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ആ വെർബുകൾ ഒന്ന് കോൺജുഗേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, കോൺജുഗേറ്റ് ചെയ്ത് ഒരു സെൻറ്റൻസ് എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ കുറച്ച് സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇതാണ് ത്രൻബാരെ വെർബ്, ഇങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസിൽ ഒരു ത്രൻബാരെ വെർബ് ത്രന്നൻ ചെയ്ത് എഴുതണ്ടേ എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ത്രൻബാരെ വെർബ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതി നോക്കിയുള്ളൂ അല്ലേ. ത്രൻബാരെ വെർബിൻ്റെ ഇതേ സെയിം വ്യത്യാസം ഒരു ബേഫ്രാഗെ ആണെങ്കിലും ഒരു യാനൈൻ ഫ്രാഗെ ആണെങ്കിലും വരുന്നുണ്ട്. ത്രൻബാരെ വെർബ് ത്രന്നൻ ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം, അതാണ് സിമ്പിളാണ് നിയമം. അപ്പോൾ ഒരു ത്രൻബാരെ വെർബ് വന്നു കഴിയുമ്പം ഒരു വേഫ്രാഗയുടെ സ്ട്രക്ചറിന് എന്ത് മാറ്റം വരും നോക്കാം. ഇവിടെ അൺകോമൺ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്ന ത്രൻബാരെ വെർബ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. വേവോർട്ട് പ്ലസ് വെർബ് പ്ലസ് സുബ്ജക്റ്റ് പ്ലസ് പുങ് 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 പ്ലസ് പ്രിഫിക്സ് പ്ലസ് ഫ്രാഗസൈഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു സെൻറ്റൻസിൽ ഒരു ത്രൻബാരെ വെർബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ത്രന്നൻ ചെയ്യുന്ന പോർഷൻ അഥവാ അതിൻ്റെ പ്രിഫിക്സ് ആ മെൻറ്റേൽ പോകണം, ഏറ്റവും ലാസ്റ്റ് പോകണം. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്ന കാര്യം വേഫ്രാഗയുടെ കാര്യത്തിലും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. വൺ കോംസ് ടു ആൻ, നീ എപ്പോഴാണ് അറൈവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ത്രന്നൻ ചെയ്യുമ്പോൾ വേറെ നോക്കണ്ട, അതിൻ്റെ പ്രിഫിക്സ് എടുത്ത് ലാസ്റ്റത്തേക്ക് ഇടുക. യാനൈൻ ഫ്രാഗയുടെ കേസിലും സെയിം കാര്യം തന്നെ. വെർബ് പ്ലസ് സുബ്ജക്റ്റ് പ്ലസ് പുങ് 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 പ്ലസ് പ്രിഫിക്സ് പ്ലസ് ഫ്രാഗസൈഷൻ. അതായത് ആ വെർബിൻ്റെ ആ ത്രൻബാരെ വെർബിൻ്റെ മെയിൻ പോർഷൻ നമ്മൾ ഫസ്റ്റ് ഇടുന്നു, കോൺജുഗേറ്റ് ചെയ്തിടുന്നു സബ്ജക്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിടുന്നു. ആ വെർബിന് ശേഷം സുബ്ജക്റ്റ് ഇടുന്നു, അതിനുശേഷം ടൈം ഇൻഡിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം നമ്മുടെ പ്രിഫിക്സ് ഇടുന്നു, അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. പ്രിഫിക്സ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കോംസ് ടു ഹോയ്റ്റ് ആൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇന്ന് അറൈവ് ആകുമോ, നീ ഇന്ന് അറൈവ് ചെയ്യുമോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ത്രൻബാരെ വെർബിൻ്റെ ത്രന്നൻ ചെയ്യുന്ന ആ ഒരു പ്രിഫിക്സ് എന്ന് പറയുന്ന കാര്യം ആ സെൻറ്റൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടിടുക. അതിപ്പം സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും WH ക്വസ്റ്റ്യൻ ആണെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റത്തേക്ക് ഈ കിടക്കുന്ന ത്രൻബാരെ വെർബിൻ്റെ പ്രിഫിക്സ് നിങ്ങൾ കൊണ്ടിടുക. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് വെർബ് ഏതാണെന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്, ഞാൻ മൂന്നാമത്തെ ടൈപ്പ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് പക്ഷേ നാലാമത്തെ ടൈപ്പാണ്. നാലാമത്തെ ടൈപ്പ് വെർബ് എന്ന് പറയുന്നത് ഉൻ ത്രൻബാരെ വെർബാണ്. ഉൻ ത്രൻബാരെ വെർബ് മീൻസ് അൺസെപ്പറബിൾ വെർബ്സ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത വെർബുകൾ. നേരത്തെ നമ്മൾ പഠിച്ച സെപ്പറേറ്റ് ചെയ്യുന്ന വെർബുകളായിരുന്നു. ഈ വെർബുകൾ ഇങ്ങനെ തന്നെയായിരിക്കും, സെപ്പറേറ്റ് ചെയ്യത്തില്ല. ഈ വെർബും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രീഫിക്സ് പ്ലസ് വെർബ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. അതായത് ഈ വെർബുകൾക്കും ഒരു പ്രീഫിക്സ് ഉണ്ട്. ത്രൻബാരെ വെർബിനെ പോലെ തന്നെ ഈ വെർബുകൾക്കും ഒരു പ്രീഫിക്സ് ഉണ്ട്. പക്ഷേ ത്രൻബാരെ വെർബുകളുടെ പ്രീഫിക്സുകളല്ല ഉൻ ത്രൻബാരെ വെർബുകളുടെ പ്രീഫിക്സുകൾ. ഏതൊക്കെയാണ് ഉൻ ത്രൻബാരെ വെർബുകളുടെ പ്രീഫിക്സുകൾ എന്ന് നോക്കാം. ബേ, എംപ്, എൻഡ്, എർ, ഗേ, മിസ്,
ഹിൻഡർ. ഇതിലേതെങ്കിലും വേർഡുകൾ വെച്ചിട്ടാണ്, ഈ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഒരു വെർബ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അതൊരു ഉൺത്രൻബാരെ വെർബായിരിക്കും. അൺസെപ്പറബിൾ വെർബായിരിക്കും. അതായത് ഒരു സെൻറ്റൻസിൽ നമ്മൾ ഈ വെർബ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ പ്രീഫിക്സ് ത്രൻബാരെ വെർബ് പോലെ എടുത്ത് ലാസ്റ്റ് ഒന്നും വേണ്ട, സാധാ പൊസിഷനിൽ തന്നെ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ കുറച്ച് വെർബുകൾ നോക്കാം. എംഫേലൻ, എർസ്റ്റലൻ, മിസ്ഫാളൻ. ക്ലിയർ ആണല്ലോ? നോക്കി, എംബ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കിടപ്പുണ്ട്, എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കിടപ്പുണ്ട്, മിസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുത്തില്ല. നമുക്ക് സെൻറ്റൻസിലേക്ക് പോയി നോക്കാം, അപ്പോൾ അത് കുറച്ച് ക്ലിയർ ആയിക്കോളും. ഇവിടെ ഉൺത്രൻബാരെ വെർബ് അൺസെപ്പറബിൾ, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈസ് ഗെഹ്യോറെ ചു യെസൂസ്. ഇവിടെ ഗെഹ്യോറൻ, GE എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രീഫിക്സ്, നമുക്കറിയാലോ. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ത്രൻബാരയുടെ നിയമപ്രകാരം ആയിരുന്നെങ്കിൽ നമ്മൾ എഴുതിയാണ് ഇഷ്യോറെ ചു യെസൂസ് ഗേ എന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത് ഉൺത്രൻബാരയാണ്, ഇതിന് കുറച്ച് പ്രീഫിക്സുകളുണ്ട് എങ്കിൽ പോലും ഇത് സെപ്പറേറ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് ഗെഹ്യോറെ ചു യെസൂസ്, ദു ഗെഹ്യോർ ചു യെസൂസ്, ഗെഹ്യോർ ചു യെസൂസ്. ആ ഫ്ലോ അങ്ങനെ അങ്ങ് അത് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. ഇത് സെപ്പറേറ്റ് ചെയ്യത്തില്ല എന്ന് മാത്രം. അപ്പോൾ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിൽ 5 ടൈപ്പ് വെർബുകളുണ്ട്. അതിൽ 4 ടൈപ്പ് വെർബുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്, അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണ്, അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി 5ാമതൊരു ടൈപ്പ് വെർബ് ഉണ്ട്, അതിന് മൊഡാൽ വെർബൻ എന്ന് പറയും. മൊഡാൽ വെർബൻ നമ്മൾ വേറൊരു ക്ലാസ്സിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. അത് കുറച്ചുകൂടെ അത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെർബാണ്, പക്ഷേ വേറൊരു ക്ലാസ്സിലായിരിക്കും നമ്മൾ മൊഡാൽ വെർബിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? 4 ടൈപ്പ് വെർബുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയായിരിക്കുന്നു ഡിസ്കസ് ചെയ്തു, ആ വെർബുകളുടെയൊക്കെ പ്രത്യേകത എന്തായിരിക്കുന്നു ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം റെഗൽമേസിക് വെർബൻ, റെഗൽമേസിക് വെർബൻ, ത്രൻബാരെ വെർബൻ, ത്രൻബാരെ വെർബൻ്റെ ഏറ്റവും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വെർബുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ കോൺജുഗേഷൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് വെച്ചിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇവിടുത്തെ വർക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഈ വെർബുകൾ വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു റെഗൽമേസിക് വെർബൻ, റെഗൽമേസിക് വെർബൻ, ത്രൻബാരെ വെർബൻ, ത്രൻബാരെ വെർബൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ A1 11ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ ടൈപ്പ് വെർബുകളാണ് ജർമ്മൻ ലാംഗ്വേജിലുള്ളത്, പിന്നെ ഈ വെർബുകളുടെ എല്ലാം കോൺജുഗേഷൻ എങ്ങനെയാണ്, ഒരു സെൻറ്റൻസിൽ ഈ വെർബുകൾ നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആ വെർബിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, ആ വെർബിൻ്റെ ഒരു സ്പെല്ലിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കൂടാവുന്നതാണ്. ക്ലിയർ ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഗ്രാമർ ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും cheers.